പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 65ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി നേർച്ച സദ്യ ആശീർവാദം നടന്നു. കൊച്ചി രൂപതയിലെ പ്രഥമ ദേവദാസൻ മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ 65ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി നേർച്ച സദ്യ ആശീർവാദം ഭക്തിസാന്ദ്രമായി നടന്നു. ഫെബ്രുവരി 20-ാം തീയതി രാവിലെ കൊച്ചി രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നേർച്ച സദ്യ ആശീർവാദവും സമൂഹ ബലിയും ദേവദാസ കപ്പേളിൽ നടത്തപ്പെട്ടത്. സ്നേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുക, ഞാൻ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ആ വാക്കിൽ തന്നെ ഒതുങ്ങി അവിടെ തന്നെ അത് നിന്നു പോകും. കരുതൽ എന്ന് പറയുന്നത് സ്നേഹത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കഴിവാണ്. അത് ആരുടെയും മുഖം നോക്കിയല്ല, ആരുടെയും ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ആരുടെയും പദവിയോ സമൂഹത്തിൽ അവന്റെ വിലയെ നോക്കിയിട്ടല്ല. കരുതൽ എന്നുള്ളത് കർത്താവിന്റെ കരുതലാണ് മോൺസിഞ്ഞോറിനുണ്ടായത്. കർത്താവിന്റെ കരുതലിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്കറിയാം നല്ല സമരിയാക്കാരൻ രൂപമ. മുറിവേറ്റ് കിടന്ന ആ മനുഷ്യന്റെ അടുക്കൽ കൂടെ പലരും കടന്നുപോയി. അവർക്ക് സഹതാപം ഉണ്ടായി കാണും, പക്ഷെ സഹതാപം ഒരിക്കലും കരുതലിന്റെ അടുക്കൽ പോലും എത്തില്ല. സഹതാപം ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ പറയാം എനിക്ക് നിന്റെ കാര്യത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷെ കരുതൽ എന്നുള്ളത് അവന്റെ മുഖമോ ജാതിയോ മതമോ നോക്കാതെ അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവനെ സഹായിക്കുവാനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശ്രമമാണ്. മോൺസിഞ്ഞോറും അത് തന്നെയാണ് ചെയ്തത്. കർത്താവ് എപ്രകാരം തന്റെ കാലത്തുണ്ടായിരുന്ന തന്റെ മുന്നിലേക്ക് ഓടിയടഞ്ഞ കൊച്ചി രൂപത പോസ്റ്റ്ലേറ്റർ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ ജോസി കണ്ടനാട്ടുതറ സഹകാർമ്മികനായി പങ്കെടുത്തു. അനുസ്മരണ പ്രാർത്ഥനകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നേർച്ച സദ്യ വിതരണം ചെയ്തു. ഏകദേശം 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത്. വിവിധ ഇടവകളിൽ നിന്നുമായി വിശ്വാസികൾ വലിയ തോതിൽ പങ്കെടുത്തു. മോൺസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ ആത്മീയ സേവനങ്ങളും സഭയ്ക്ക് വേണ്ടിയുള്ള സമർപ്പിത പ്രവർത്തനങ്ങളും അനുസ്മരണ യോഗത്തിൽ പ്രഭാഷകർ സ്മരിച്ചു. സാമൂഹിക ആത്മീയ രംഗങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് പ്രസംഗങ്ങളിൽ ചൂണ്ടിക്കാട്ടി. കൊച്ചി രൂപത പോസ്റ്റ്ലേറ്ററും വികാരി ജനറലുമായ റവറൻഡ് ഡോക്ടർ ജോസി കണ്ടനാട്ടുതറ സഹകാർമ്മികനായി പങ്കെടുത്തു. തുടർന്ന് റവറൻഡ് ഫാദർ ജിബിൻ കരിമ്പുറത്ത്, റവറൻഡ് ഫാദർ അനൂപ് പോൾ ബ്ലാംപറമ്പിൽ, റവറൻഡ് ഫാദർ തോമസ് ഷിബി ചെമ്മായത്ത്, റവറൻഡ് ഫാദർ അജോബ് പുലിയുറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ദിവ്യബലി നടത്തപ്പെട്ടു. വൈകിട്ട് 5 മണിക്ക് റവറൻഡ് ഫാദർ റാഫി കൂട്ടിങ്ങലിന്റെ നേതൃത്വത്തിൽ ദിവ്യബലി ഇടക്കൊച്ചി സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് സെന്റ് മേരീസ് ഇടവാംഗങ്ങളുടെ റീത്ത് സമർപ്പണ റാലി ദേവദാസ ഖബറിടത്തിലേക്ക് നടത്തപ്പെടും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.